ഞാൻ KTDC റെയിൻ ഡ്രോപ്സിൽ 2015 ജോയിൻ ചെയ്ത് പിറ്റേ മാസം തന്നെ ഈ MS പ്രദീപ് എന്ന് പറയുന്ന മാനേജരും ഈ അനുപ്പിച്ചാക്ക എന്ന് പറയുന്ന മാനേജരും എനിക്ക് നേരെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ലീവ് എടുത്ത് നാട്ടിൽ വരികയും അന്നിരുന്ന മാനേജ്മെൻറ്റിനെ ഞാൻ ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇവരെ വാണിംഗ് ചെയ്യുകയും ചെയ്തതാണ് അന്നിരുന്ന ചെയർമാനും MD ഇങ്ങനെ സ്ത്രീകളെ അനാവശ്യമായിട്ട് പറയരുതെന്ന് പറഞ്ഞിട്ട്. പിന്നെ 2017 ഈ ലോണ്ടറിയുടെ യൂണിഫോമിൻ്റെ ബില്ലിൽ അവിടെ പർച്ചേസ് ചെയ്തതായിട്ട് ഒരു രേഖയില്ല, ബില്ലിൽ അവിടെ വന്നതായിട്ടുമില്ല. പക്ഷേ എന്നോട് പറഞ്ഞ് അതിൽ ഒപ്പിടണം. പക്ഷേ ഞാൻ ചെന്ന സമയത്ത് എനിക്ക് എൻ്റെ ഡ്യൂട്ടി അല്ല ഇവർ തന്നത്. എന്നെ 7 മണി തൊട്ട് നൈറ്റ് 7 മണി വരെ ഫ്ലോർ ഡ്യൂട്ടിയിലാണ് എന്നെ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ ഒരു എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അശ്വതി എന്ന് പറയുന്ന ആ കുട്ടിക്കാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ലിനൻ്റെയും ടോട്ടലിസ്റ്റിൻ്റെ എല്ലാം ചുമതല കൊടുത്തിരുന്നത്. എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ അങ്ങനെ ഒരു കാര്യം വന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ 2 വർഷത്തോളം ഇവരെന്നെ മാനസികമായിട്ട് വളരെയധികം കമ്പൽ ചെയ്തു. ഇത് നിങ്ങൾ സൈൻ ചെയ്തില്ല, നിങ്ങളുടെ ജോലി ഇവിടുന്ന് കളയും, നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സഹിച്ചു. എന്താ വെച്ചാൽ എൻ്റെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് മാത്രം എടുത്തതുകൊണ്ട് ആ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെർമിനേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ സഹിച്ച് ഞാൻ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വിജിലൻസ് എൻക്വയറിയുടെ ഭാഗമായിട്ട് ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിൻ്റെ ഭാഗമായിട്ടും ഒരു ജനറൽ ട്രാൻസ്ഫറിൽ വരെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ഈ അനുപ്പിച്ചാക്ക എന്ന് പറയുന്ന മാനേജർ അവിടെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം അവിടെ നിൽക്കുകയും പ്രദീപ് എന്ന് പറയുന്ന മാനേജർ ട്രാൻസ്ഫർ ആയി പോവുകയും പിന്നെ രാജഗോപാൽ എന്ന് പറയുന്ന ഒരു മാനേജർ വരികയും ചെയ്തു. അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഗോപു ചന്ദ്രൻ എന്ന് പറയുന്ന മാനേജരും വന്നു. പക്ഷേ ഡ്യൂട്ടിയിൽ എനിക്ക് അവർ വന്നു കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ചാർജ് ആയിരുന്നു. ഇവരെ മാറ്റിയിട്ട് ഗോപു ചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ആക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് തന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ഷൈനി അത് ഒപ്പിട്ടതാണ് KTDCയിൽ അങ്ങനെ പല കാര്യങ്ങളും നടക്കും, നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം എൻ്റെ ജോലി പോകുന്ന കാര്യമാണ്, ഞാനത് ഒപ്പിടില്ല, ഞാൻ ചെയ്യാത്ത ജോലി ഞാൻ ഒപ്പിടത്തില്ല, നിങ്ങളാണ് അസിസ്റ്റൻറ്റ് ലിനൻ കീപ്പർ, നിങ്ങളുടെ പോസ്റ്റിലാണ്, അതുകൊണ്ട് അത് ഒപ്പിടണമെന്ന് പറഞ്ഞു. അതിനകത്ത് അത് ഒറിജിനൽ ബില്ലുമില്ല, ഡ്യൂപ്ലിക്കേറ്റ് ബില്ലായിരുന്നു. ഇതിനെ തുടർന്ന് പിന്നെ ഇവർ നിരന്തരമായിട്ട് എന്നെ കാണുമ്പോൾ മോശമായിട്ടുള്ള സംഭാഷണങ്ങളും നോട്ടവും ദേഷ്യപ്പെടലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അഖില കേരള ഹിന്ദു സംഭവ മഹാസഭ എന്ന ഒരു പട്ടികജാതി സമുദായ സംഘടനയുടെ സംസ്ഥാന നേതാക്കളും അതിലെ ഒരു കുടുംബവും ആണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. എൻ്റെ പേര് സനേഷനാണ്. ഇത് സഭയുടെ എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് സഭയുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ അരുൺ, സഭയുടെ ഖജാൻജി, സംസ്ഥാന ഖജാൻജി ശ്രീ അജയാണ് അതിന് തൊട്ടപ്പുറത്ത്. എൻ്റെ വലത് സൈഡിലിരിക്കുന്നത് ഷൈനി K മാധവ്, സഭയിലെ ഒരു അംഗമാണ്. ഷൈനി K അതിൻ്റെ ഭർത്താവ് ശ്രീ സത്യശീലൻ സാറാണ് അങ്ങേറ്റത്തിരിക്കുന്നത്. അദ്ദേഹം സഭയുടെ മുൻ ജനറൽ സെക്രട്ടറി കൂടെയാണ്. ഞങ്ങൾ വന്ന വിഷയം സഭയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനപ്പുറത്ത് സഭയിലെ ഒരു അംഗമെന്ന നിലയിൽ അംഗത്തിന് താൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഏൽക്കേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളെ സംബന്ധിച്ചു അവർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് മാനസിക സമ്മർദ്ദങ്ങളും കടുത്ത പീഡനങ്ങളുമെല്ലാമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നൊരു സാഹചര്യവും അതിലെ ഇര എന്ന നിലയിൽ പരാതിപ്പെട്ടിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള നീതി ലഭിക്കാതെ പോയ ഒരു സാഹചര്യവും നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത്. ഷൈനി K മാധവൻ എന്ന എൻ്റെ ഈ വലതുവശത്തിരിക്കുന്ന സ്ത്രീ അദ്ദേഹം KTDCയുടെ ഉടമസ്ഥതയിലുള്ള ചെന്നൈയിലെ റെയിൻ ഡ്രോപ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലെ ജീവനക്കാരിയാണ്. ആ ഹോട്ടലിലേക്ക് അസിസ്റ്റൻറ്റ് ലിനൻ കീപ്പർ എന്നൊരു പോസ്റ്റിലാണ് ആ ഹോട്ടലിലേക്ക് ഇവരെ ജീവനത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കരാർ നിയമനമാണ്. പല കരാർ നിയമനങ്ങളിൽ ഒരു കരാർ നിയമനം. അവരുടെ ജോലി ചെയ്ത് 2015 മുതലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ ജോലി ചെയ്ത് വരവെ അവിടുത്തെ ഒരു മാനേജർ, അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ പ്രധാനപ്പെട്ട പോസ്റ്റ് ഇരിക്കുന്ന ആളുകൾ അവരുടെ ഒരു ജോലിക്ക് സുഗമമായി ജോലി ചെയ്തു പോകുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്ക് ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലെ അസിസ്റ്റൻറ്റ് മാനേജറായ അനൂപി ചാക്കോർ എന്ന് പറയുന്ന ഒരാൾ നിരന്തരം ഇവരെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. ഇത് ചെന്നതിന് ശേഷം ആദ്യത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു യൂണിഫോം പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാലഘട്ടത്തിലല്ലാത്ത ഒരു ചെല്ലുന്നതിന് മുമ്പുള്ള യൂണിഫോം പർച്ചേസുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിൽ ഒപ്പിടണം എന്നിവരോട് ആവശ്യപ്പെട്ടപ്പോൾ അത് 2017 അപ്പം ആ ബില്ലിൽ ഒപ്പിടാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നു മുതലാണ് ഇവരോടുള്ള ഒരു സമീപനത്തിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ തുടങ്ങി. ഈ ഷൈനി K മാധവൻ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ഉണ്ടായ ഒരു വിഷയമല്ല. അവിടുത്തെ പല ജീവനക്കാരോടും ഇവരുടെ സമീപനം അത്തരത്തിലുള്ളതാണ്. പല ജീവനക്കാരോടും പല രീതിയിൽ അവരെ ഹരാസ് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അവരെ
നോട്ടീസുകൾ നൽകിയും അവരെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ജോലിയിൽ നിന്ന് പറഞ്ഞുവിടും എന്നുള്ള നിലയിലുമൊക്കെ അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴായിട്ട് അവർ നടത്തിയിട്ടുണ്ട്. ഇത് ഷൈനിയോട് കുറച്ചും കൂടെ ഭീകരമായ രീതിയിലാണ് അവരുടെ ഇടപെടൽ നടന്നിട്ടുള്ളത്. പല അവിടുത്തെ അഴിമതിയുമായി ബന്ധപ്പെട്ടും ചില വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ 2017 അവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഓർഡറായെങ്കിലും അവരത് കോടതിയിൽ പോയി അത് സ്റ്റേ വാങ്ങിക്കുകയുണ്ടായി. തിരികെ അവർ ഇവിടെ തന്നെ വീണ്ടും ജോയിൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. 2017 സ്റ്റേ ഹൈക്കോടതിയിൽ പോയി വാങ്ങിച്ച ആ സ്റ്റേ KTDC വെക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാതെ ഇപ്പോഴും ഏതാണ്ട് 9 കൊല്ലമായി അതിനുശേഷം ഇപ്പോഴും അവർ ആ പോസ്റ്റിൽ അവിടെ തന്നെ ജോലി ചെയ്യുകയാണ് ചെയ്യും. അപ്പോൾ അവരൊരു സാമ്രാജ്യമാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാക്കി മാത്രം അവരത് മാറ്റി അതിനെ എതിർക്കുന്നവരോട് കണിശതയോടുകൂടി അവരെ വിയോജിക്കുകയും അവർക്ക് അവിടെ ജോലി തുടരാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്യും. ഇതിനിടയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം, ആ ഹോട്ടലിലെ മുൻ ജീവനക്കാരായ 2 പേരുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ ഹോട്ടലിൽ നിന്ന് അവിടുന്ന് ജോലി കഴിഞ്ഞ് വേറെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഹോട്ടലുമായിട്ടൊരു ബന്ധവുമില്ല, ഈ സ്ഥാപനമായിട്ടൊരു ബന്ധമില്ലാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ആ ഹോട്ടലിനെ ഉപയോഗപ്പെടുത്തുകയും അവിടെ വെച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇവരെ എല്ലാവരെയും അതിനകത്ത് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചവർ ഷൈനിയോട് വളരെ അപമര്യാദയായി പെരുമാറുകയും നിറത്തെയും ജാതിയും കൂട്ടി ആക്ഷേപിച്ചുകൊണ്ട് അവരോട് കടുത്ത ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അവരെ മർദ്ദിക്കുന്നതിനായിട്ട് കൈ ഓങ്ങിയപ്പോൾ ഇവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഇവരുടെ ശരീരത്തിനേറ്റ ക്ഷതം ഇപ്പോഴും നടുവിന് വേദനയും അതുപോലെ തന്നെ ആശുപത്രിയിൽ അതിനുശേഷം ഇങ്ങോട്ട് ഇത്രയും നാൾ ട്രീറ്റ്മെൻറ്റിലുമാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങളൊരു പക്ഷേ നടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, ഒരു ഫുൾ ആരോഗ്യമായി ഫിറ്റുള്ള ഒരാളല്ല. ആ സംഭവത്തിന് ശേഷം അവർക്ക് നടുവിന് വേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ഗുരുതരമായ അസുഖം ട്രീറ്റ് ചെയ്യുന്നുണ്ടിരുന്ന ആളുമാണ്. അപ്പോൾ ഇത് സഹിക്കാതെ വന്നപ്പോഴത്തേക്ക് കുറേയൊക്കെ അവരുടെ ആ സ്ഥാപനത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം സഹിച്ചും ഒരു സ്ത്രീ എന്ന നിലയിൽ സഹിക്കാനുള്ള അവരുടെ ആ ഒരു കഴിവ് ഉപയോഗിച്ചുകൊണ്ട് സഹിച്ചൊക്കെ മുന്നോട്ട് പോയെങ്കിലും അത് സഹിക്കാനാവാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇവർ ഈ KTDCക്കും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ KTDCക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയപ്പോഴൊക്കെ ഇവരെ രക്ഷിക്കുന്ന രീതിയിലുള്ളൊരു നിലപാടാണ് KTDC സ്വീകരിച്ചിട്ടുള്ളത്, അതിൻ്റെ അധികാരികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവരുടെ പരാതിയുടെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് മനസ്സിലാക്കി ആ പരാതി തീർപ്പ് കൽപ്പിക്കുന്നതിന് പകരം ഇതിൽ പ്രതിസ്ഥാനത്തുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി പരാതിയിൽ നടപടിക്രമങ്ങൾ മാത്രം പേരിന് നടത്തിക്കൊണ്ട് പരാതി ഡിസ്പോസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലതവണ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇവർ ഈ പരാതി കൊടുത്തിട്ട് നടക്കാതെ ഹിയറിങ്ങിന് വിളിക്കും. ഹിയറിങ്ങിൽ പരാതിയിൽ പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ ക്ഷണിക്കാതെ അവർക്ക് അനുകൂലമായി മൊഴി കൊടുക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി അത് സ്വീകരിച്ച് അതിൻ്റെ റിപ്പോർട്ടുണ്ടാക്കി ഈ പരാതിയിൽ ഒരു നിജസ്ഥിതിയുമില്ല എന്ന രീതിയിൽ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് KTDCയുടെ അതിൻ്റെ തലപ്പത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവരുടെ മാത്രം പരാതിയല്ല, ഈ ജീവനക്കാരിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ അവിടുത്തെ മറ്റ് ജീവനക്കാരുടെ എല്ലാവരുടെയും പരാതി ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് തീർപ്പ് കൽപ്പിച്ച് പോകാറുള്ളത്. അപ്പോൾ പിന്നീട് നമ്മൾ മന്ത്രിക്കുമൊക്കെ അയക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മളിപ്പോൾ മന്ത്രിക്ക് അയച്ചെന്ന് പറഞ്ഞാലും ഫയൽ ചെല്ലുന്നത് KTDCയാണ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് ആ പീഡനം സഹിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുമ്പോഴും പരാതി ഒരു സൈഡിൽ കൂടെ ഗവൺമെൻറ്റിനെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കുമ്പോഴും ഇവർക്ക് ശരിയായ രീതിയിലുള്ള നീതി ലഭിക്കാതെ പോയത് ഇവർക്ക് മാനസികമായിട്ട് വലിയ സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ആത്മാഭിമാനത്തിനേറ്റ മുറിവാണ്. ഇവരെക്കുറിച്ച് അവഖ്യാതികൾ, മോശമായ പരാമർശങ്ങളൊക്കെ ജീവനക്കാരോടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി വരുമ്പോൾ KTDC അന്വേഷിക്കുന്നവരോടൊക്കെ ഇവരെക്കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസാരത്തിലൂടെ, രേഖാമൂലം എന്നുള്ള സംസാരത്തിലൂടെ അങ്ങനെയൊക്കെ മാനസികമായി വ്യക്തിപരമായി അധിക്ഷേപിച്ചതാണ്. അപ്പോൾ പരാതിപ്പെട്ടിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ 2023 മുൻ അനുഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ പട്ടികജാതി കമ്മീഷന് പരാതി കൊടുക്കുകയുണ്ടായി ഈ സംഭവങ്ങളെ വിവരിച്ചുകൊണ്ട്. അപ്പോൾ 2023 ഇവരെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. ഇതിനു മുമ്പായി ട്രാൻസ്ഫർ കൂടെ ചെയ്തു. അവരെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം പട്ടികജാതി കമ്മീഷന് പരാതി കൊടുത്തു. പട്ടികജാതി കമ്മീഷൻ പരാതി കേട്ടതിന് ശേഷം ഇരുകൂട്ടരെയും ഹിയറിങ്ങിന് വിളിപ്പിച്ചു. KTDCയും ഹിയറിങ്ങിന് ഹാജരായി. അവരിതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പട്ടികജാതി കമ്മീഷൻ 2023 ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമം ഉപയോഗിച്ച് കേസെടുക്കണമെന്നും ഈ സ്ത്രീയുടെ സാമ്പത്തികവും സാമൂഹികപരമായ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ഇവരെ ഈ സ്ഥാപനത്തിലേക്ക് തിരികെ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശവും പട്ടികജാതി കമ്മീഷൻ KTDCക്ക് നൽകിയുണ്ടായി. ഇവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിരോധന നിയമം ഉപയോഗിച്ച് കേസെടുക്കണമെന്ന് SHOയ്ക്കും പോലീസിനും അതുപോലെ തന്നെ ഇവരുടെ ഈ സാമൂഹികവും സാമ്പത്തികമായ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് ഇവർക്ക് ഈ റെയിൻ ഡ്രോപ്സ് ചെന്നൈയിൽ തന്നെ ജോലി തിരികെ കൊടുക്കണമെന്നുള്ള ഒരു ശുപാർശ KTDCക്കും പട്ടികജാതി വകുപ്പ് നൽകിയാണ്. അതിന് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിൽ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് ഒരേപോലെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് തിരികെ നമുക്ക് അവിടെ വരണമെന്ന് പറയുന്നത്. മാത്രമല്ല അവിടെ വെച്ചാണ് അവർ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവർ ആത്മാഭിമാനത്തിന് മുറിവേറ്റത് അവിടെ വെച്ചാണ്. ഒരു കാരണമില്ലാതെ ശിക്ഷിക്കപ്പെട്ട് ട്രാൻസ്ഫറായി പോകേണ്ട ആളല്ല.
ഞാനെന്ന ഉത്തമ ബോധ്യമാണ് അവരെ അവിടെ തന്നെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു കാരണം. മറ്റൊരു കാരണം ചികിത്സയും. അപ്പോൾ അങ്ങനെ പട്ടികജാതി കമ്മീഷൻ വളരെ നല്ലൊരു നിലപാട് സ്വീകരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പട്ടികജാതി അതിക്രമ നിരോധന നിയമം അനുസരിച്ച് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായാൽ ഈ വകുപ്പിലെ അധികാരികൾ ഇത് പോലീസിൽ അറിയിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത്. പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവിടെ ഒരു വിജിലൻസ് ഉണ്ട്. ആ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്നത് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടായിരുന്നു. അവർക്ക് ഈ കേസ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് ഈ വിഷയത്തിൽ ഈ ശുപാർശയിൽ അവർക്ക് ഈ കേസ് അന്വേഷിക്കാൻ കൊടുക്കാതെ ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ഗ്രൂപ്പിനെ ഈ വിഷയം അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഈ ശുപാർശയെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതും ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി KTDC നടത്തിയ ശ്രമമാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം നേരിട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ നേരിട്ട ഒരാൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇപ്പോഴും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ജോലി തുടരുകയാണ്. ഏതാണ്ട് ഒരു 10-17 വർഷമായി ആ സ്ഥാപനം ഉള്ള നാൾ മുതൽ തുടങ്ങിയ നാൾ മുതൽ ഇതുവരെ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം. അവരുടെ ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും സാമ്പത്തിക ക്രമക്കേടുകൾക്കുമൊക്കെ കൂടെ നിൽക്കുന്ന ആളുകളെ മാത്രമാണ് അവർ ആ ഹോട്ടലിൽ ജോലി ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ. ആ ഹോട്ടലിലെ ജോലിയിൽ നിന്ന് പല നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞു വിട്ട പലരെയും അവരുടെ വ്യക്തി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരികെ കൊണ്ടുവരികയും അവിടെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പലരും. എന്നാൽ ഇവരോട് പൊരുതി നിൽക്കുന്ന ധാരാളം ആളുകൾ അവിടെ ജീവനക്കാരായി ഇപ്പോഴും ഉണ്ട്. അവിടുന്ന് മാറി മറ്റുള്ളവരെങ്കിൽ KTDCയുടെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നിരന്തരം പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് KTDCയിലും മറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളിലുള്ള ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ക്രമക്കേടുകൾ, ഇവർ നടത്തുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, ഈ ഒരു സ്ഥാപനത്തെ സ്വന്തം കൈവെള്ളയിലാക്കി പരമാധികാരിയായി ആ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ട എല്ലാവരെയും നിലനിർത്തുകയും വേണ്ടാത്ത എല്ലാവരെയും പുറത്തു ചാടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പട്ടികജാതി കമ്മീഷനിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായതിനു ശേഷം ഇവരുടെ നടപടിക്രമമല്ല ഒച്ചടി എന്ന വേഗത്തിലാണ് പോയത്. പക്ഷേ പട്ടികജാതി കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും പട്ടികജാതി അതിക്രമ നിരോധന നിയമം ഇവർക്ക് നേരെ ചാർത്തിക്കൊണ്ട് ചെന്നൈ കോടതിയിൽ നിലവിൽ കേസ് നടക്കുകയുമാണ്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്രയും വലിയ ഭീകരമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടും അവരുടെ സ്ഥാനത്തിന് ഒരു ചലനവുമില്ലാതെ അവിടെ തന്നെ അതേ ആധികാരികതയോടെ നിലനിൽക്കുന്നതിന് പിന്നിൽ അവർക്കുള്ള ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഭരണ നേതൃത്വത്തിലുള്ള അവരുടെ അവിശുദ്ധമായ ബന്ധവും അവർക്കവിടെയുള്ള സ്വാധീനവും വഴിവിട്ട പ്രവൃത്തികളും കൊണ്ടാണ് അവർക്ക് അങ്ങനെ നിലനിൽക്കാൻ സാധിക്കുന്നത്. ഒരു പട്ടികജാതി സ്ത്രീയെ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടും മാനസികമായി പീഡിപ്പിച്ചിട്ടും അതിൽ കഴമ്പുണ്ടേ എന്ന് പട്ടികജാതി കമ്മീഷൻ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒരു സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയാണ് പട്ടികജാതി കമ്മീഷൻ. വാദിയെയും പ്രതിയെയും കേട്ടിട്ട് ശരിയായ രീതിയിലുള്ള ഉത്തരവ് നൽകുന്നതിനും പട്ടികജാതിക്കാരായ ആളുകൾക്ക് ഇതുപോലെ ബ്യൂറോക്രസിയുടെ ഭാഗമായി എന്തെങ്കിലും പീഡനങ്ങൾ ഉണ്ടായാൽ ആ പീഡനങ്ങളെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. ആ കമ്മീഷൻ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇതിൽ ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ച് അതിന്മേൽ പോലീസ് കേസെടുത്ത് കോടതിയിൽ ആ കേസ് നിലനിൽക്കുമ്പോഴും അവർക്ക് യാതൊരുവിധ പോറലും ഏൽക്കുന്നില്ല എന്നുള്ളത് ജനാധിപത്യ സംവിധാനത്തെയും അതുപോലെ ഇവിടുത്തെ ഭരണ സംവിധാനത്തെയും ഒക്കെ കൊഞ്ഞനം കുത്തുന്നതിനും ഭരണഘടനയ്ക്കും നിയമത്തിനും വിരുദ്ധമായി പോകുന്നതിൻ്റെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇവർക്കേറ്റ ആത്മാഭിമാനം, ഇവർക്കേറ്റ മാനസികമായ സംഘർഷങ്ങൾ, ഇതിനൊക്കെ ഒരു നീതി ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ കുറ്റക്കാരായ അനൂപി ചാക്കോയും അസിസ്റ്റന്റ് മാനേജർ അവരെ ആ സ്ഥാനത്തുനിന്നും നീക്കണമെന്നും അവർക്ക് നിയമപരമായ എല്ലാ നടപടികളും അവർക്കെതിരെ സ്വീകരിക്കണമെന്നും നമ്മൾ ഈ ഒരു പത്രസമ്മേളനത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഇതിന് കൂട്ടുനിന്ന കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്, അവർക്കെതിരെയും വകുപ്പ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതിനോട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇത് സെക്കൻഡ് ഫ്ലോറിൽ ക്യാമറ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് 2 ജീവനക്കാരുടെ മുൻകാലങ്ങളിൽ ജോലി ചെയ്ത 2, ഒരു പെണ്ണും ഒരു ലേഡിയും. അവരുടെ എന്തോ ഒരു ഇഷ്യൂ അവരവിടെ ജോലി ഇല്ലാത്ത അവസരത്തിൽ തന്നെ അവരേതോ കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ട് ഈ പയ്യനെ വിളിച്ചു വരുത്തിയിട്ട് ആ ലേഡിയുടെ ഹസ്ബൻഡ് ഈ പയ്യനെ ഉപദ്രവിച്ചു. ആ മീറ്റിങ്ങിൽ ഞാൻ അല്പം താമസിച്ചു എന്നും പറഞ്ഞ് വരുന്നേ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി വരികയും പിന്നെ മാറി വാതിലിട്ട് ഇടിക്കുകയും ചെയ്തു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന നിലയിൽ ഇതിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കേണ്ടത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരാണ്. ഇത്രയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി നിസ്സാരമായ ശമ്പളത്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത്. വലിയ ശമ്പളമൊന്നുമല്ല. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം. ഭർത്താവ് ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി, 4 വർഷത്തോളമായി വരുമാനം പോലും ഇല്ലാതെ ബൈപ്പാസ് സർജറിക്ക് ശേഷം നിൽക്കുന്നതാണ്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടത്തണം. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം ഈ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോഴും തനിക്കേറ്റ ആത്മാഭിമാനത്തിനേറ്റ ക്ഷതം അതിന് പരിഹാരം കണ്ട നീതി ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്.